ഒരു ദിവസം രാവിലെ ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ചുമ്മാ ഒരു പേപ്പറിൽ നിന്ന് എഴുതി വെക്കാവും. ഇത് മാത്രം ചെയ്താൽ മതി വിജയിക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആൾക്കാർ എത്രയോ ബിസിനസ്സുകൾ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഡെയിലി ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ, അവർക്കും നമ്മളെപ്പോലെ ഒരു ദിവസമല്ലേ ഉള്ളൂ. എന്തുമാത്രം കാര്യം ഒരു ദിവസം ചെയ്തു തീർക്കുന്നുണ്ടാവും. നമ്മൾ ഭയങ്കര തിരക്കാന്ന് പറയുന്നു. നമ്മുടെ തിരക്കിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി, 1000 ഇരട്ടി തിരക്കുള്ള ആൾക്കാർ. അന്നേരം വേണേൽ പറയാം അവർക്ക് സെക്രട്ടറി ഉണ്ട്, അവർക്ക് ഇതുള്ളതുണ്ട്. അതൊന്നുമല്ല, അവർക്ക് സെക്രട്ടറി ഉണ്ടെങ്കിലും എന്തുമാത്രം കാര്യത്തിന് അവർ ഡിസിഷൻ എടുത്ത് തീരുമാനം പറഞ്ഞാലേ സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ സെക്രട്ടറി 1 ദിവസം ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഓക്കെ, ഇതിൻ്റെ പോലെ ചെയ്യോളം പറഞ്ഞാൽ ഓർഡർ ഇട്ടാൽ ബാക്കി ചിലപ്പോൾ ആ ഓർഡർ ഒരു ദിവസം എത്ര എണ്ണം അവരിട്ടുണ്ടാവും, എത്ര എണ്ണത്തിന് ഡിസിഷൻ എടുത്ത് തീരുമാനം പറയേണ്ടി വരും, എത്രയോ പ്രശ്നങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരും ഒരു ദിവസം. അതിന് എന്തുമാത്രം എനർജി ഉണ്ടെങ്കിലാണ്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ്, അവർ നമ്മളെപ്പോലെ മനുഷ്യരല്ലേ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒരു ദിവസം രാവിലെ നിങ്ങളുടെ ജോലി, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ആയിരിക്കും, വീട്ടിലെ ആക്ടിവിറ്റി ആയിരിക്കും, 1/2 കിലോ പഞ്ചസാര മേടിക്കുന്ന ഉൾപ്പെടെ, ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ രാവിലെ ഒരു ടു ഡു ലിസ്റ്റ്, ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. വൈകുന്നേരം ചുമ്മാ ടിക്ക് ചെയ്യുന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കുക. ഈ ഒരു ഒറ്റ ഹാബിറ്റ് ഉണ്ടാക്കിയ ജീവിതത്തിൽ രക്ഷപ്പെടും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇത് മുടങ്ങും. നല്ല ശതമാനം ആൾക്കാർ ഒരാഴ്ചക്കുള്ളിൽ ചെയ്തില്ല, അന്നേരം നമ്മൾ ഇട്ട് കളയും. ഈ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി വിജയിക്കാൻ. പക്ഷേ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. ഇതെല്ലാ ദിവസവും എഴുതിയിട്ട് വൈകുന്നേരം ഇരുന്ന് ടിക്ക് ചെയ്യണം. ആവറേജ് മിഡിൽ ക്ലാസ് ആൾക്കാർ 50%ക്കുള്ളിൽ ടിക്ക് ചെയ്യത്തില്ല. നമ്മൾ മിഡിൽ ക്ലാസ് ആണോ ഹയർ ക്ലാസ്സിലേക്ക് പോകുന്ന ഒരാളാണോ എന്ന് അറിയാൻ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എത്രയാണ് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. മിക്കവാറും ആൾക്കാർ 10 എഴുതിയാൽ 4 ടിക്ക് ചെയ്യത്തുള്ളൂ. അവർ 4 ടിക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ നമുക്ക് തന്നെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം, സിമ്പിൾ മാർഗ്ഗം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെത്ര പ്രൊഫഷണലാണ്, നമ്മളെത്ര വിജയിക്കാൻ ആയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് കൊടുക്കുന്നു ഏറ്റവും മനസ്സിലാക്കാൻ. 100-ൽ എത്ര മാർക്ക് നമുക്ക് കൊടുക്കും. വേറൊരാളുടെ മാർക്കൊന്നും പ്രസക്തിയില്ല. നമ്മൾ നമുക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു മാത്രമേ ജീവിതത്തിൽ പ്രസക്തിയുള്ളൂ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറയൂ. അതുപോലെ തന്നെ ഇത് വളരെ വലിയ ലെവലിലേക്ക് വളർന്നിട്ടുള്ള ബിസിനസ്സുകാരോടൊക്കെ ഞാനടുത്ത് ഇടപെട്ടിട്ടുള്ള ആൾക്കാരോടൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരുടെ ഡയറി അടുത്ത 2 months 3 monthsലേക്ക് ഡയറി ഫില്ലാണ്. ഫുൾ പേജ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മറിച്ച് കാണിച്ചാൽ അടുത്ത 2 months 3 monthsലേക്ക് ഒറ്റ ദിവസം ഗ്യാപ്പില്ലാതെ ഫുള്ള് ഫില്ല് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഇന്നത്തെ പോലും ഇല്ല. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ വളരാത്ത സിമ്പിൾ കാര്യം നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാമെന്നുള്ളത്. ഇന്നത്തെ പോലും പ്ലാൻ നമ്മുടെ കയ്യിലില്ല. ഇന്ന് എന്നാ ചെയ്യുന്നത് ചോദിച്ചാൽ അറിയാൻ മേല. ഞാൻ പറയുന്നത് ഫുൾ ടൈം വർക്കാന്ന് എല്ലാവരും പറയുന്നത്. വർക്ക് ഭയങ്കര വർക്കാന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? രാവിലെ പറയാമോ? എത്ര പേർക്ക് പറയാം? ഒന്ന് എഴുതാം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ആക്ടിവിറ്റി ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതിയത്തില്ല. ഞാൻ പല ആൾക്കാർ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്നാണെന്ന് അറിയും. ഇനി ആരെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറഞ്ഞു, എനിക്ക് പ്രഷറാണ്, എന്നെ ആരും ഇത് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യൂ. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പിന്നെ പരാതിയാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പരാതി പറയും. ശ്രദ്ധിച്ചാൽ പറയും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കിഷ്ടമല്ലല്ലോ, ഞാൻ ചെയ്തോളാം ഇങ്ങനെ പറയും. ഇതൊന്നുമില്ല. ഇതെന്താണെന്നറിയോ, നമുക്ക് പറ്റിയല്ല, അത്രയേ ഉള്ളൂ. നമ്മൾ ഓർഡിനറി ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറി ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആഗ്രഹം മാത്രമാണ്. അതിനു വേണ്ടി വരുന്ന ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇത്രയേ ഉള്ളൂ. ഇത് പറ്റുന്നവരാണ് വിജയിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വിജയിക്കുന്നവരും തമ്മിൽ